എല്ലാവർക്കും മറ്റൊരു മൂവി അപ്ഡേറ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഒന്നാമതിലുള്ളത് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനെ എത്തുന്ന ദ ഗെയിം സിനിമയുടെ ഭാഗത്തു നിന്നാണ്. ഇതൊരു സ്റ്റില്ല് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റില്ല് കൊള്ളാം, അത്യാവശ്യം കാണാൻ തരക്കേടില്ല. ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടതിനെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഖലീഫ, പൃഥ്വിരാജിൻ്റെ ഖലീഫയുടെ ഭാഗത്തുനിന്നും പുതിയ സ്റ്റില്ല് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി OTT റിലീസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോറി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. അതോടൊപ്പം ഇംപോറസ് എന്ന് പറയുന്നത് മറ്റൊരു സിനിമയും നമ്മുടെ ഹുലു പ്ലാറ്റ്ഫോം അതുപോലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വിക്രമിൻ്റെ ഒരുപാട് തവണ നീട്ടി അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് റിലീസ് ചെയ്യാത്ത സിനിമയായിട്ടുള്ള ധ്രുവൻ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ ഇനി ഉടനെ റിലീസ് നടത്തുമെന്നും പറഞ്ഞ് പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. കാര്യമാക്കണ്ട, റിലീസ് നടത്തിയെന്ന് പറയുന്ന സിനിമയാണ്. കാരണം ഒരുപാട് തവണ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് തലേ ദിവസം വരെ റിലീസ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രദീപിൻ്റെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം സിനിമയ്ക്ക് ആയിട്ടില്ല. ഏകദേശം 50 കോടിക്ക് മുകളിൽ മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. എന്തായാലും സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന മെയ് 6 OTT റിലീസ് നടത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. മലയാളത്തിലും റിലീസുണ്ട്. അതോടൊപ്പം രാക്കാസ എന്ന് പറയുന്ന മറ്റൊരു മൂവിയും നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷ റിലീസ് നടത്തിയിട്ടുള്ളത്. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതോടൊപ്പം മോക്ടെയിൽ 3 എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയും ഈ വരുന്ന മെയ് 8 ZEE5 വഴി റിലീസ് നടത്തുന്നു ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന വാഴ 2ൻ്റെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 230 കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമായിട്ട് ഏകദേശം 125 കോടിക്ക് അടുത്ത് പോലും സിനിമയ്ക്ക് കളക്ഷൻ നേടുക സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ പല റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ വാഴ 2 തകർത്തിരിക്കുകയാണ്. എന്തായാലും ദൃശ്യത്തിൻ്റെ 3ാം ഭാഗത്തോടു കൂടി ആ റെക്കോർഡെല്ലാം ലാലേട്ടൻ തിരിച്ചു പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ട് തന്നെ അറിയാം. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസിലുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറാണ് വാഴയുടെ അവകാശങ്ങളൊക്കെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഈ വരുന്ന മെയ് 8 ജിയോ ഹോട്ട്സ്റ്റാർ വഴി വാഴ 2 റിലീസ് നടത്തുന്നത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ വാഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഈ വരുന്ന മെയ് 8 ജിയോ ഹോട്ട്സ്റ്റാർ വഴി കാണാവുന്നതാണ്. അടുത്ത നമ്മുടെ പാട്രിയോട്ടാണ്. സിനിമ കഴിഞ്ഞ ദിവസമാണ് റിലീസ് നടത്തിയത്. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബനൊക്കെ ഒരു വലിയ കാസ്റ്റിങ്ങോടുകൂടി ഇറങ്ങി നല്ല പ്രതീക്ഷയോടെ ഇറങ്ങിയ സിനിമയായിരുന്നു. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 25 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് ഒരു മിക്സ്ഡ് റിവ്യൂ ആണ് ലഭിച്ചിട്ടുള്ളത്. പലയിടത്തും സിനിമ അത്യാവശ്യം പോരാന്നും അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കളക്ഷനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നമ്മുടെ മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് സിനിമയൊക്കെ ആവുമെന്ന പ്രതീക്ഷയിലായിരുന്നു റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 100 കോടിക്ക് മുകളിൽ തന്നെ സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്കിലും സിനിമ ഒരു 150 കോടിക്ക് മുകളിൽ മിനിമം 175 കോടിക്ക് മുകളിലും കളക്ഷൻ നേടേണ്ടതുണ്ട്. അത്രയും എത്തുമോ ഇല്ലേ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും അത്രയും കളക്ഷൻ എത്തുമോ ഇല്ലേ എന്ന് നിങ്ങളുടെ ഊഹം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ പാട്രിയോട്ടിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് ZEE5 ആണ്. ഈ വരുന്ന മെയ് 28 അതായത് മെയ് ലാസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ പാട്രിയോട്ടിൻ്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടെ പറ്റുന്നവരെ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ മൂവി അപ്ഡേറ്റിന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവർക്കും ബൈ.